വാരണാസിയിൽ 6000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചൊവ്വാഴ്ച വൈകുന്നേരം വാരണാസിയിലെത്തിയ അദ്ദേഹം 1050 കോടി രൂപയുടെ 48 പൂർത്തിയാക്കിയ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയും 5300 കോടി രൂപയുടെ 112 പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്തു. 2 ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി എത്തിയത്. വാരണാസി അസംഗഡ് റോഡ് വീതികൂട്ടൽ പദ്ധതി പൂർത്തിയായി. കസാഖ്പുര, കാദിപൂർ എന്നിവിടങ്ങളിൽ നിർണായകമായ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഭഗവാൻപൂരിൽ പ്രതിദിനം 55 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള അമൃത് 2.0 പദ്ധതിക്ക് കീഴിലുള്ള 13 കുടിവെള്ള മലിനജല പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ശ്രീ ശിവപ്രസാദ് ഗുപ്ത ഡിവിഷണൽ ജില്ലാ ആശുപത്രിയിൽ 500 കിടക്കകളുള്ള മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, 100 കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക്, വാരണാസി ജംഗ്ഷൻ, പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ റെയിൽവേ ലൈൻ വിപുലീകരണം, ഗംഗാ നദിക്ക് കുറുകെ പുതിയ റെയിൽ റോഡ് പാലം, അസിഘട്ട്, ദശാശ്വമേധ ഘട്ട്, നമോഘട്ട് എന്നിവിടങ്ങളിലെ സൗകര്യങ്ങൾ എന്നിവയും നവീകരിക്കും. ഇന്റഗ്രേറ്റഡ് ഡിവിഷണൽ ഓഫീസ്, നഗർ നിഗം കെട്ടിടം, രാംനഗറിൽ ചൈൽഡ് ഷെൽട്ടർ ഹോം എന്നിവ നിർമ്മിക്കും എന്നിവയാണ് മറ്റു പ്രധാന പദ്ധതികൾ. വികസന പദ്ധതികൾക്ക് പുറമെ ബനാസ് ഡയറിയുമായി സഹകരിക്കുന്ന ഉത്തർപ്രദേശിലെ ക്ഷീര കർഷകർക്കായി 105 കോടിയിലധികം രൂപ ബോണസായി പ്രധാനമന്ത്രി കൈമാറി. വാരണാസിയുടെ മുഖച്ഛായ മാറ്റുന്ന ഈ പദ്ധതികൾ വരും വർഷങ്ങളിൽ നഗരത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി മോദി വാരണാസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായതിനു ശേഷം കാശിക്കും ബംഗാളിനുമിടയിൽ കാര്യമായ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. വാരണാസിയിൽ നിന്ന് ഹൽദിയിലേക്കുള്ള ഗംഗാ നദീപാത വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചരക്ക് വിനോദസഞ്ചാര കപ്പലുകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഇത് ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ എന്നിവയ്ക്കിടയിൽ ഒരു സാമ്പത്തിക ബന്ധം നൽകുന്നു. സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പ്രതിപക്ഷ പാർട്ടികൾ തടയുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. കുടുംബവാഴ്ച നടത്തുന്ന പാർട്ടികൾക്ക് തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണെന്നും താഴെത്തട്ടിലുള്ള വനിതാ നേതാക്കൾ ഉയർന്നുവരുന്നത് ഭീഷണിയായാണ് അവർ കാണുന്നതെന്നും വനിതാ സംവരണം അടക്കമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടത് സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. വാരണാസിയിൽ നടന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പെൺമക്കളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഉറപ്പാക്കാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ പ്രതിഷേധങ്ങളുമായി മുന്നിലുണ്ട്. അവരുടെ ദുഷ്ടലാക്ക് സ്ത്രീകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി 2023 പാസാക്കിയ നാരിശക്തി വന്ദൻ ആക്ട് സ്ത്രീകൾ നേരിട്ടിരുന്ന 40 വർഷത്തെ അനീതിക്ക് പരിഹാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപീകരണത്തിന് പിന്നാലെ പ്രധാന ലക്ഷ്യം തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തമായിരുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തിൽ നടന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിച്ച 131 ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ടത് നിരാശാജനകമാണ്. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലാണ് ബില്ല് പാസാക്കാൻ കഴിയാതിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ പാർട്ടികൾ രാജ്യത്തെ സ്ത്രീകളെ വീണ്ടും വഞ്ചിച്ചിരിക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി. സമാജ്വാദി പാർട്ടി വീണ്ടും ഈ സംവരണ ബില്ലിന് ചുവപ്പുകൊടി കാണിച്ചിരിക്കുകയാണ്. സ്ത്രീശക്തിയെ ഭയപ്പെടുന്ന ഈ പാർട്ടികൾ സംവരണത്തിന് തടസ്സം നിൽക്കുകയാണെങ്കിലും ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ താൻ അശ്രാന്തം പരിശ്രമിക്കുമെന്നും മോദി പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ പ്രയത്നം നടത്തുമെന്നും ഉത്തർപ്രദേശിലെ മുൻ ഭരണകാലത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നുവെന്നും എന്നാൽ BJP ഭരണത്തിന് കീഴിൽ അവർ സുരക്ഷിതരാണെന്നും മോദി അവകാശപ്പെട്ടു. ഭാരതീയ ന്യായ സംഹിതയിലൂടെ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അസം, കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ റെക്കോർഡ് വോട്ട് രേഖപ്പെടുത്തിയത് പ്രതിപക്ഷത്തോടുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനിതാ പോലീസ് സ്റ്റേഷനുകളുടെ ശൃംഖല വ്യാപിപ്പിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. വാരണാസിയിൽ സുകന്യ സമൃദ്ധി യോജനയിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വീടും വസ്തുവും സ്വന്തം പേരിൽ ലഭിച്ച കാര്യം ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അനുവദിച്ച മിക്ക വീടുകളും സ്ത്രീകളുടെ പേരിലാണെന്നും അവർ ഇന്ന് വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TMC സർക്കാരിനെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ബംഗാളിലെ സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ടുവെന്നും BJP അധികാരത്തിൽ വന്നാൽ ഗുണ്ടകളെയും ബലാത്സംഗം ചെയ്യുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനായി വിപുലമായ പദ്ധതികളാണ് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. BJP സർക്കാർ ബംഗാളിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിവർഷം 36,000 രൂപ വീതം നിക്ഷേപിക്കും. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കും. സ്ത്രീകൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ 80% ഡിസ്കൗണ്ടും നൽകുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.